അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. കാരണം ഇന്നത്തെ ദിവസത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഒരു പ്രത്യേകതയും കൂടി ഉള്ളൊരു ദിവസം കേട്ടോ. കാരണം ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് മക്കൾ തന്ന ഗിഫ്റ്റ് ആട്ടോ ഇത്. മക്കൾ തലേന്ന് തന്നെ വാങ്ങിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഓൾക്ക് എന്താ വാങ്ങേണ്ടത്, കേക്ക് വാങ്ങി തരട്ടെ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വയത്താലം നടക്കുന്നുണ്ടായി കേട്ടോ. ലാസ്റ്റ് കേക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഓല് പോയിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങി കൊണ്ടുവന്നത് കേട്ടോ. എന്തായാലും ഗിഫ്റ്റ് ചെറുതായാലും വലുതായാലും ഭയങ്കര ഹാപ്പി ആട്ടോ. ഈ ഒരു മഞ്ചിനും വളരെ വളരെ പ്രാധാന്യം ഉണ്ട് കേട്ടോ. കാരണം എൻ്റെ ഉപ്പൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരുന്നത് കേട്ടോ. എന്താ അറിയില്ല, എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഉപ്പ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നത് അറിയില്ല. അതൊരു മഞ്ചായാലും അത് ഉപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോഴുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഉണ്ട് കേട്ടോ. അങ്ങനെ മിഠായും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഞാനിതാ മക്കളെ മദ്രസ കൊണ്ടുവിടാൻ വേണ്ടി പോവാട്ടോ. ഈ കോട്ടിന് ഇട്ട് നിൽക്കുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. മഴ വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ടേ മഴ ഉള്ളൂ. പക്ഷേ കോട്ട് വാങ്ങി അന്ന് മുതൽ ഓൾക്ക് കോട്ടിടണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹം അവിടെ സാധിച്ചിട്ടോ. അങ്ങനെ മദ്രസയിലൊക്കെ കൊണ്ടുപോയി വിട്ട് വന്നതിന് ശേഷം നല്ല വിശപ്പ് വരുന്നുണ്ടായി കേട്ടോ. അങ്ങനെ വിശന്ന സമയത്താണ് ഞാനിതാ കുറച്ച് റസ്ക് എടുത്തിട്ട് ചായയിലിട്ടിട്ട് ഇങ്ങനെ സ്പൂണോട് കോരി തിന്നാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. നല്ല മഴയും പെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അതിനുശേഷം ഇതാ നല്ല പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടെങ്കിലും അതും തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഉച്ചാവാനായ സമയത്ത് ഒരു വിശപ്പ് വന്നിട്ടോ. അങ്ങനെ വേഗം പോയിട്ട് മാഗി വാങ്ങിക്കൊണ്ടുവന്നിട്ട് മാഗി ഇതേപോലെ എണ്ണയിലിട്ട് വറുത്തിട്ട് കുറച്ച് തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഇതുണ്ടാക്കലുണ്ട് കേട്ടോ. എന്താ പേരെന്ന് അറിയില്ല. അതിലേക്ക് കുറച്ച് ലേസൊക്കെ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഞാനും മക്കളും കൂടി അതൊക്കെ ഉണ്ടാക്കി കഴിച്ചേ. അതിന് ശേഷം ഉമ്മൻ്റെ വകന്ന് വീട്ടിൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരിക്കും. ബിരിയാണിയൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താട്ടോ. കാരണം ഇന്ന് ഫുള്ള് സർപ്രൈസ് ആട്ടോ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലേ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കിട്ടൂല എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നത് കേട്ടോ. കാരണം ഇക്കാക്ക വിളിച്ച സമയത്ത് കാക്കനെ കുറേ ചീത്ത പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും തരാൻ അറിയൂല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. പക്ഷെ ആൾ തന്ന സർപ്രൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. ഇത് വേറൊരു സർപ്രൈസ് ആട്ടോ. ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താട്ടോ ജാസിത്താത്ത വിളിക്കുന്നത്. എടി നമുക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോകണം, എനിക്കൊരു ഡ്രസ്സ് എടുക്കണം, എൻ്റെ കൂടെ ആരും ഇല്ലയെന്ന് പറഞ്ഞ് ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയതാട്ടോ. പോയിട്ട് അറ്റ്ലസ് പോയ സമയത്ത് അവിടുന്ന് എൻ്റെ അളവൊക്കെ നോക്കിയാണ് എടുത്തത്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കുള്ളതാണ് കേട്ടോ. വാങ്ങി പുറത്തിറങ്ങിയ സമയത്താട്ടോ എനിക്ക് തന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്കിങ്ങനെ സർപ്രൈസുകളൊക്കെ കിട്ടുന്നത് വെച്ചാൽ ഭയങ്കര ഹാപ്പി ഉള്ളതാണ്. അതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്കും പോയിട്ടോ. ബൈ.